തിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ മനുഷ്യസമാനമായ അസ്ഥി ലഭിച്ച സ്ഥലത്തും സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചുമാണ് നേവി സംഘം പരിശോധന നടത്തുന്നത്. ദൌത്യം ഏകോപിപ്പിക്കാനായി റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രബാലൻ ഉച്ചയോടെ ഷിരൂരിലെത്തും. തെരച്ചിലിന് അനുമതി ലഭിച്ചതോടെ ഈശ്വർ മൽപ്പയും മടങ്ങിയെത്തും. കെ.വി. ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഷിരൂരിൽ? അശ്വതി, ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നടക്കുന്നത്. നേവിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് ലോറിയുടെ, അതായത് സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ആ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ തെരച്ചിൽ ഒരു ബാഗ് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ലോറി ഉണ്ട് എന്ന് പറയുന്ന ലോറിയുടെ ആ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഒരു ബാഗ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അർജുന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ബാഗ് ഇപ്പോൾ ആ ഡ്രഡ്ജറിന്റെ ടഗ് ബോട്ടിനകത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നിരവധി വസ്തുക്കൾ ഇപ്പോൾ ഈ തെരച്ചിലിൽ ലഭിച്ചിട്ടുണ്ട്. അത് ചെറിയ സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് എന്തൊക്കെ വസ്തുക്കളാണ് ലഭിച്ചതെന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമില്ല. അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത്തരം സ്ഥിരീകരണം ലഭിക്കൂ. നമുക്കിപ്പോൾ ഈ ഡ്രഡ്ജറിന് സമീപത്തായി ഒരു വെള്ളം കാണാം. ആ വെള്ളത്തിൽ ഇപ്പോൾ നേവിയുടെ സംഘം, അവരുടെ യന്ത്രമൊക്കെ ഉണ്ട്, GPS സംവിധാനമുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഈശ്വർ മാൽപെ ഇതുവരെ എത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൃത്യമായി സോണാർ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ ആ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെയുള്ള മുഴുവൻ മണ്ണുകളും നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നേവി കൂടി നേതൃത്വം വഹിക്കുന്നു എന്നതാണ് ഇന്നത്തെ തെരച്ചിൽ പ്രത്യേകത. 3ാം ദിന തെരച്ചിലാണ്, 10 ദിവസത്തെ തെരച്ചിലാണ്. നേരത്തെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയെങ്കിലും 3 ദിവസത്തെ കരാർ തുക കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. അതിനി നാളത്തേക്ക് കൂടി നീട്ടുമോ, മറ്റ് ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. അത് വൈകുന്നേരത്തോടു കൂടി മാത്രമേ വ്യക്തത ഉണ്ടാവൂ. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. കാര്യമായ വസ്തുക്കളൊന്നും ഇതുവരെ ഈ തെരച്ചിലിൽ ലഭിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ ലഭിച്ച ആ മനുഷ്യ സമാനമായ അസ്ഥിയാണ്. അത് സംബന്ധിച്ച് ഒരു വിവരം നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. മംഗളൂരുവിലെ ലഭ്യത സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നും കൃത്യമായ വിവരം ലഭിക്കും. ആദ്യം അത് മനുഷ്യന്റെ തന്നെയാണോ എന്ന വിവരമാണ്. ആ വിവരം നമുക്ക് എന്തായാലും അല്പസമയത്തിനകം നൽകാൻ സാധിക്കും. അത് മറ്റ് DNA പരിശോധനാ ഫലം അങ്ങനെയാണെങ്കിൽ, മനുഷ്യ സമാനമായതാണെങ്കിൽ, മനുഷ്യനാണെങ്കിൽ അത് നമുക്ക് ആരുടേതാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ 3 DNA സാമ്പിളുകളും മംഗളൂരുവിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് 2-3 ദിവസം എടുക്കുമെന്നാണ് നമുക്ക് ഫോറൻസിക് വിദഗ്ധരിൽ നിന്നും അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരണം നമുക്ക് നൽകാനാവും. നമ്മൾ ഫോറൻസിക് ലാബുമായി ബന്ധപ്പെട്ടിരുന്നു. അവരും ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അത് ഇന്ന് തന്നെ അവർക്ക് നൽകാൻ കഴിയുമെന്ന തരത്തിലാണ് പറഞ്ഞത്. എന്തായാലും വളരെ നിർണായകമായ ആ വിവരം എന്തായാലും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ അല്പസമയത്തിനകം സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ ഡ്രഡ്ജിംഗ്, ആ യന്ത്രക്കൈ അത്തരത്തിൽ മണ്ണുകൾ പുഴയിലെ ആഴങ്ങളിലേക്ക്, ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പോയി അത്തരത്തിൽ കല്ലുകൾ, മണ്ണുകളൊക്കെ നീക്കം ചെയ്തു. ഈ ഘട്ടത്തിലെ പരിശോധന ബൈജു പറഞ്ഞതുപോലെ യന്ത്രക്കൈകൾ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ യന്ത്രക്കൈകൾ പൊക്കിയെടുക്കുന്ന മണ്ണ്, അതിൽ ഒരു സൂക്ഷ്മമായ പരിശോധന തന്നെ അവിടെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ? കാരണം ആ ബാഗ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടിയ ബാഗ്, അതുപോലെയുള്ള ചെറിയ വസ്തുക്കൾ പോലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അവിടെ, അല്ലേ? തീർച്ചയായും അശ്വതി, ഈ ചെറിയ വസ്തുക്കൾ പോലും നിർണായകമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള സൂചന ലഭിക്കുമോ എന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ മണ്ണ് എടുത്ത് ആ മണ്ണിൽ എന്തെങ്കിലും വസ്തുക്കൾ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. കാരണം 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പുഴയിലോ അതുപോലെ ചെളിയിലോ പൂണ്ട നിലയിലാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. കാരണം ഇന്നലെ ലഭിച്ച ആ അസ്ഥി തന്നെ അതിന് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ആ പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം, അതാണ് ഈ സോണാർ സിഗ്നൽ പരിശോധനയിൽ ഇത്തരത്തിൽ സ്ട്രോങ് ആയ ഒരു സിഗ്നൽ ലഭിച്ച ഒരു സ്ഥലം. അവിടെ മാർക്ക് ചെയ്ത് ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവിടെ ലോറി ഇത്തരത്തിൽ താഴ്ന്നുപോയി മണ്ണിനടിയിൽ പൂണ്ടുപോയിട്ടുണ്ട് ആകാം എന്ന ഒരു നിഗമനമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണുകൾ, കല്ലുകളും ചെളിയും ഒക്കെ മാറ്റേണ്ടതുണ്ട്. ആ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. അതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ അസ്ഥി ലഭിച്ച ഭാഗത്തും ഇപ്പോൾ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ ആ ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും വസ്തുക്കൾ ഇത്തരത്തിൽ ലഭിക്കുമോ എന്നറിയാനാണ് ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും ഗംഗാവലി പുഴയിൽ
കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഇന്നൊക്കെ വലിയ തോതിൽ വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞ ഒരവസ്ഥ തന്നെയാണ് ഇന്നും ഉള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് മൺകൂനകളൊക്കെ വലിയ തോതിൽ കാണാം. അത് ഇന്നലെ വെള്ളം കയറിയ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും വേലിയിറക്ക സമയമാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ കൂടുതൽ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രഡ്ജിംഗ് നടത്താനും എളുപ്പമാണ്. ആ യന്ത്രം ഇപ്പോൾ ഒരു വസ്തുവിൽ ഉടക്കി നിൽക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രദേശത്ത് ഏതോ ഒരു വസ്തുവിൽ ഇത്തരത്തിൽ ഉടക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് പിന്നീട് മാറി ആ ചുറ്റുഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്ത പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ യന്ത്രക്കൈ മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാം. അത് വീണ്ടും ആഴങ്ങളിൽ നിന്നും ഈ മണ്ണ് കോരാൻ ശ്രമിക്കുന്നത് കാണാം. പക്ഷേ അവിടെ ഏതോ ഒരു വസ്തുവിൽ ഉടക്കി നിൽക്കുന്നതായി നമുക്ക് നേരത്തെ തന്നെ അത്തരത്തിൽ സൂചന ലഭിച്ചത്. ഏതായാലും ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അത് ആ ദിശ മാറ്റുന്നതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ലോറി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ്. മറ്റൊരു കാര്യം, മൽപ്പയുടെ സാന്നിധ്യം, അത് ഇന്നലെ മൽപ്പെ അവിടെ അദ്ദേഹം ഇനി അങ്ങോട്ടേക്ക് ഇല്ല, തെരച്ചിലിനില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേസമയം മൽപ്പയെ അനുനയിപ്പിക്കാനൊന്നും ആരും ശ്രമിച്ചതുമില്ല, അവിടെ അധികൃതരാരും ശ്രമിച്ചതുമില്ല. ഇന്നിപ്പോൾ ഈ അസ്ഥി കണ്ടെത്തിയ സാഹചര്യത്തിൽ മൽപ്പയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു, നിർണായകമായ ഘട്ടത്തിൽ മൽപ്പയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായ കത്ത് കൊടുക്കുകയോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, അത് കുടുംബവും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക. ഏതെങ്കിലും ഒരു തരത്തിൽ മുങ്ങൽ വിദഗ്ധരോ മറ്റോ ആ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഈ ഡ്രഡ്ജിംഗ് ഒരു കാരണവശാലും നിർത്തിവെക്കരുത്. കാരണം കുടുംബം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഡ്രഡ്ജിംഗ് ഇവിടെ എത്തിച്ചത്. വലിയ തുക മുടക്കി. നമുക്കറിയാം, അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ കർണാടകയിലെത്തി കാണുകയും അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രയത്നത്തിനൊടുവിലാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിയത്. അന്ന് ആ സമയത്ത് കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത് ഇത് അവസാനഘട്ട തെരച്ചിലെന്നാണ്. മൂന്നാം ഘട്ട തെരച്ചിലും അവസാനഘട്ട തെരച്ചിലായിരിക്കും ഇത്. ഈ തെരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ ലോറിയോ അതോ അർജുനോ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നീട് ഇപ്പോൾ അശ്വതി ആ ദൃശ്യങ്ങളിൽ കാണാം, ഏതൊരു വസ്തു അതിൽ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കത് കൃത്യമായി കാണാം. സൂക്ഷ്മതയോടുകൂടി താഴേക്ക് കളയും. ആ സമയത്ത് അവർ അത് മാറ്റിവെക്കുന്നതാണ് നമുക്ക് അതിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഏതായാലും വീണ്ടും ആ തെരച്ചിൽ ആ മണ്ണ് എടുക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാലും ഈശ്വർ മൽപ്പ അദ്ദേഹം ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് വീണ്ടും വരുന്നത്. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി വീട്ടിൽ നിന്നും മടങ്ങുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് വന്നാലും ഈശ്വർ മൽപ്പെ തെരച്ചിലിന് ഇറങ്ങും. പ്രധാനമായും ഈ ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ള ഭാഗത്തല്ല, ഇതിനു കൂടി അല്പം കൂടി മുൻപ് വശത്താണ് ഈ ഈശ്വർ മൽപ്പെ നടത്തിയ തെരച്ചിലിൽ സ്കൂട്ടറും ആ വാഹനം മറ്റൊരു ലോറിയുടെ ഒരുപാട് വസ്തുക്കളും ഒക്കെ ലഭിച്ചത്. ആ പ്രദേശത്തായിരിക്കും പ്രധാനമായും ഈശ്വർ മൽപ്പെ മുങ്ങൽ ആഴങ്ങളിലെത്തി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക. ഇപ്പോഴുള്ള പ്രദേശത്ത് ഡ്രഡ്ജറുള്ള ആ ഭാഗങ്ങളിൽ ഈശ്വർ മൽപ്പയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആഴങ്ങളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ വലിയ പാറക്കൂട്ടങ്ങളും മണ്ണും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുക, സോണാർ സിഗ്നൽ ലഭിച്ച ആ പ്രദേശത്ത് ഇതിന്റെ താഴ്ഭാഗത്ത് അടിഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തുക, അതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഈ ശിരൂർ മണിക്കൂറുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ വലിയ പാറകളാണ് നമുക്ക് ഈ താഴങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന ആ ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കൂ. എന്തായാലും അർജുന്റെ ലോറി തന്നെയാണോ ആ സിഗ്നൽ ലഭിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. അതിനുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റ് സംഘങ്ങൾ ഇതുവരെ അസ്ഥി കിട്ടിയ ഭാഗങ്ങളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് ഒരു നല്ല വാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അർജുന്റെ കുടുംബവും ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. അഞ്ചു ഉൾപ്പെടെ ഈ ശിരൂരിൽ തങ്ങുന്നുണ്ട്. അവർ ഈ ഗംഗാവലി പുഴയുടെ സമീപത്തായിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. ഉച്ചയോടുകൂടി തന്നെ അത് മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ സാധിക്കും. പക്ഷേ അതേസമയം തന്നെ ഇത് ആരുടേതാണെന്ന കാര്യത്തിൽ DNA പരിശോധനാ ഫലം വൈകും. 2-3 ദിവസം എടുക്കുമെന്നാണ് ഫോറൻസിക് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അത് മനുഷ്യന്റേതാണ് കാര്യത്തിൽ വളരെ വൈകാതെ തന്നെ അതിനൊരു സ്ഥിരീകരണം നൽകാൻ കഴിയും. അശ്വതി, അതാണ് ബൈജു. ഒപ്പം ഈ അർജുന്റെ ലോറിയിലേതെന്ന് കരുതുന്ന തടിക്കഷ്ണങ്ങൾ കൂടി ഇന്നലെ ലഭിച്ചിരുന്നല്ലോ. അത് ആദ്യം മുതലേ തന്നെ അന്വേഷിച്ചിരുന്നതും അതുമായി ചുറ്റിപ്പറ്റിയായിരുന്നു. ഇന്നലെ മനാഫ് അത് സ്ഥിരീകരിക്കുകയും ആ തടിക്കഷ്ണങ്ങൾ കിട്ടിയതിന് അടിഭാഗത്തേക്ക് മുങ്ങിത്തപ്പണമെന്നൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് നമ്മൾ കണ്ടതാണ് മുങ്ങൽ വിദഗ്ധരോട്. അവിടെ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അവിടെ ലോറി കാണാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്?
അശ്വതി, നമ്മളിപ്പോൾ കാണുന്ന ഈ പോയിന്റ്, ഇവിടെ നിന്ന് തന്നെയാണ് അത്തരത്തിൽ തടിക്കഷ്ണം ലഭിച്ച ഒരു പോയിന്റ്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് കയറ് ലഭിച്ച ഒരു പോയിന്റ് കൂടി ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സോണാർ സിഗ്നൽ കൂടി ഇവിടെ നിന്ന് ലഭിച്ചതോടുകൂടി ഈ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തണമെന്ന് കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. ദൌത്യ സംഘവും അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. 200ഓളം ഇത്തരത്തിൽ തടിക്കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായാണുള്ളത്. ഈ ഭാഗങ്ങൾക്ക് ഉണ്ട് എന്നാണ് മൽപ്പെ പറഞ്ഞത്. അതിൽ 5 or 6 ഭാഗങ്ങൾ മാത്രമാണ് മൽപ്പെ പുറത്തേക്ക് എടുത്തത്. അത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇതേ സ്ഥലത്ത് നിന്നാണ് അത്തരത്തിൽ കയറ് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 25 മീറ്ററോളം നീളത്തിലുള്ള കയറ്, അത് അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ മരവും അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന ഈ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഇത്തരം വസ്തുക്കൾ, അർജുന്റെ ലോറിയുടേതായ വസ്തുക്കൾ കിട്ടിയത്. പക്ഷേ കാര്യമായ മറ്റ് വാഹനത്തിന്റെ വസ്തുക്കളൊന്നും തന്നെ ഈ തെരച്ചിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നു. കെ.വി. ബൈജു ആണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ 3-ാം ദിവസവും പുരോഗമിക്കുകയാണ്.